ഹലോ നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഇന്നലത്തെ അല്ല, സോറി, മിനിഞ്ഞാന്നത്തെ ഞാൻ വീഡിയോ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഇനി പുതിയ വിശേഷങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വേഗം വീഡിയോ ഇടുന്നതിനെ കൊണ്ട് അങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നില്ലല്ലോ. പിന്നെ ഇടാൻ നിൽക്കുമ്പോഴേക്കും ചിലപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞുതരാൻ മറന്നുപോകും. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഇന്ന് തന്നെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഇന്നിപ്പോൾ ഞാൻ വൈകിട്ട് ഒരു 6:20 ആയപ്പോൾ നന്ദൂരെയും കൂട്ടി പോയി. ഇവിടെ മലാപ്പറമ്പ് വിപിൻ വർക്കി എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. വിപിൻ വർക്കി സാറ് ഇവിടെ ബീച്ച് ആസ്പത്രിയിലത്തെ ഡോക്ടറാട്ടോ. പുള്ളി അവിടുത്തെ ഡോക്ടറാണ്. അപ്പോൾ അവിടുത്തെ കഴിയുമ്പോൾ ഇവിടെ വീട്ടിൽ നോക്കുന്നുണ്ട് വൈകിട്ട്. അപ്പോൾ ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ബീച്ചിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ OP ടിക്കറ്റിന് കുറേ വരിക്ക് നിൽക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ വീണ്ടും ഡോക്ടറെ കാണിക്കാനായിട്ട് പോയിട്ട് നിൽക്കണം. അപ്പോൾ ഒരുപാട് ടൈം പോകും. പിന്നെ അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് പറയാനുള്ള ഒരു ടൈം കിട്ടില്ല. അപ്പോൾ അതൊക്കെ കാരണം കൊണ്ട് ഞാൻ വീട്ടിലാണ് ഇപ്പോൾ കാണിക്കാൻ പോവാറ്. വീട്ടിൽ പോയി കാണിക്കുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ സമയം എടുത്തിട്ട് തന്നെ പുള്ളി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞൊക്കെ തരും. പിന്നെ പരിശോധിക്കലായാലൊക്കെ നമുക്കൊരു സമയം കിട്ടും. അവിടെ ആകുമ്പോൾ അത് കിട്ടില്ല. ദാതയെന്ന് പറഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ മരുന്നൊക്കെ നോക്കി എഴുത്തന്ന് പെട്ടെന്ന് തന്നെ വിടും. അപ്പോൾ എനിക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റാറില്ല. പിന്നെ വരിക്കും നിൽക്കണ്ടേ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഇപ്പോൾ വീട്ടിലാണ് ഞാൻ കാണിക്കാൻ പോകാറ്. വീട്ടിലാകുമ്പോൾ നമുക്ക് ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അതായത് ബീച്ചിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഡോക്ടർക്ക് ഫീസൊന്നുമില്ല. നമ്മൾ OP ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. ഇവിടെ എന്ന് പറയുമ്പോൾ 300 രൂപയാണ് സാറിന് ഫീസ്. പിന്നെ അതല്ലാതെ മരുന്നും എഴുതിത്തരും. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ആളുടെ ഫീസ് 300 ആയി എനിക്ക്. പിന്നെ ഒരു 300 സംതിങ് 400-ൻ്റെ ഉള്ളിൽ മരുന്നും എഴുതി തന്നിട്ടുണ്ട്. പിന്നെ ഇൻഫെക്ഷൻ ആയിട്ടുണ്ട്. അപ്പോൾ ഒരാഴ്ചക്കുള്ള മരുന്നാണ് എനിക്കിപ്പോൾ തന്നേക്കണേ. വേറെ പ്രത്യേകിച്ച് വലിയ മരുന്നുകളൊന്നും എഴുതണില്ല എന്നും പറഞ്ഞു. പിന്നെ ഞാൻ വലിച്ചുകൊണ്ട് നിൽക്കണ ഇൻഹേലർ അത് കറക്റ്റ് അതന്നെ യൂസ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പോൾ ബ്രീത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ 2 നേരം എന്നുള്ളത് 3 നേരം ആക്കിയാലും കുഴപ്പമില്ല. പക്ഷെ അത് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്നോട് ചോദിച്ചു സ്ഥിരമായിട്ട് വലിക്കലുണ്ടോ എന്നുള്ളത്. ഞാൻ സംഭവം അത് ഇടയ്ക്ക് ഞാനത് ഉപയോഗിക്കാറില്ല. എൻ്റെ വിചാരം ഞാൻ ഇതുകൊണ്ടാണ് തടി വെക്കണേന്നും കൂടിയുള്ളൊരു തെറ്റിദ്ധാരണ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സാറിനോട് ഞാൻ ചോദിച്ചു. ഞാൻ ഇന്ന് വെയിറ്റ് നോക്കിയപ്പോൾ 63 സംതിങ് ഉണ്ട്. 64 ഇല്ല, 63 ചില്ലറ എന്തോ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വിചാരം കുറേ നാളുകളായിട്ടുള്ളൊരു ഞാൻ സ്വന്തമായിട്ട് മനസ്സിലാക്കി വെച്ചൊരു കാര്യം തടി കൂടുന്നത് ഈ മരുന്ന് ഉപയോഗിക്കുന്നത് കൊണ്ടാണെന്ന്. കുറേ കാലങ്ങളായിട്ട് 60 കിലോയിൽ അങ്ങനെ തന്നെ നിൽക്കുകയായിരുന്നു. ഇപ്പോൾ കൂടിയത് 63-64 അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ സാറിനോട് ഞാൻ ചോദിച്ചു, സാർ ഇത് മരുന്ന് വലിക്കുന്നത് കൊണ്ടാണോ വെയിറ്റ് കൂടുന്നത്? ഞാനിപ്പോൾ തടി കൂടുകയാണ് ചെയ്യുന്നത്, പിന്നെ അത് കുറയ്ക്കാനേ പറ്റണില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇതായിട്ട് യാതൊരു ബന്ധവുമില്ല. മരുന്ന് വലിക്കുക അത് തടീനെ ബാധിക്കാതെ ഒന്നുമില്ല. ഇത് വലിച്ച തടി കൂടില്ല കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? ഇനിയിപ്പോൾ എന്തെങ്കിലും വർക്കൗട്ട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ കുറയുള്ളൂ, അല്ലാണ്ട് കുറയില്ല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു. പിന്നെ വേറെന്താ, പിന്നെ ഈ മരുന്നിന് ഇൻഹേലറിന് 700 രൂപയുടെ അടുത്തുണ്ട്. 600 സംതിങ് ഉണ്ട്. 700 എന്താ ചില്ലറ, എനിക്ക് തോന്നുന്നു 670 അങ്ങനെ എന്തോ ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് പെട്ടെന്ന് തീരുമല്ലോ 2 നേരം വലിക്കുമ്പോൾ. എന്തായാലും വലിക്കുക ധൈര്യമായിട്ട്, തടി കൂടുന്നത് അതുകൊണ്ടല്ല. അപ്പോൾ എന്തായാലും അത് വാങ്ങണം 2 ദിവസത്തിനുള്ളിൽ, അത് തീരാനായിട്ടുണ്ട്. അങ്ങനെ നോക്കി മേടിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഇന്ന് മാർക്കറ്റിൽ പോയില്ല. പിന്നെ ഇനിയിപ്പോൾ നാളെയും കൂടി ഞാൻ ലീവ് എടുക്കുകയാണ്. എനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ. എനിക്ക് സങ്കടം വരിക. ഇന്ന് രാവിലെ എൻ്റെപ്പോഴത്തേക്കും ഡേറ്റായി. അപ്പോൾ എനിക്ക് വയ്യ, ശ്വാസം മുട്ടും, പിന്നെ ചുമ, കഫക്കെട്ട്, ജലദോഷം, മൂക്കിങ്ങനെ ചീറ്റി പണിയായി. വയ്യാന്ന് പറയാം. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ഭയങ്കര ചുമച്ചിങ്ങനെ കഫം വരുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വലിച്ചെടുത്ത് നമ്മൾ അങ്ങനെ ഒരു അവസ്ഥയാണ്. പിന്നെ ഭയങ്കര കുറുകൽ. ഇപ്പം എനിക്ക് എൻ്റെ നെഞ്ചത്തെ കൈവച്ചാൽ തന്നെ എനിക്ക് ഭയങ്കര കുറുകൽ. പിന്നെ ഭയങ്കര ബ്രീത്ത് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ രാവിലെ എണീക്കുമ്പോഴത്തേക്കും ഭയങ്കര തുമ്മൽ, കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡേറ്റും കൂടി ആയപ്പോൾ രാവിലെയാണ് ഡേറ്റ് ആയത്. അപ്പോൾ എനിക്ക് സത്യം പറയാൻ എണീക്കാൻ വയ്യ. ഞാൻ ഇന്ന് എണീറ്റിട്ടില്ലായിരുന്നു, അങ്ങനെ അവിടെ കിടന്നു. പക്ഷേ ഇങ്ങനെ ഡേറ്റൊക്കെ ആയപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ എണീക്കണമല്ലോ. എന്നിട്ട് ഞാൻ കുളിച്ചൊന്നുമില്ല. ഒന്ന് ഫ്രഷായി ബാത്റൂമിലൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് വന്നു. പിന്നെ ഞാൻ വീണ്ടും കിടന്നു വെച്ചാൽ ഇങ്ങനെ വളഞ്ഞൊടിഞ്ഞ് കിടന്നു. നടു ഭയങ്കര വേദന, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു 12 മണി വരെ ഞാൻ കിടപ്പ് എണീക്കാൻ പറ്റാണ്ട്. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ, കാരണം ഭയങ്കര നടുവേദന, പിന്നെ അല്ലാത്ത ബുദ്ധിമുട്ട് വേറെ.
അപ്പോൾ ഈ കരച്ചിൽ വന്നു തുടങ്ങി. സത്യം പറഞ്ഞാൽ കരയാൻ തുടങ്ങിയപ്പോഴത്തേക്കും ശ്വാസം കിട്ടാത്ത പ്രശ്നം. അപ്പം ഞാൻ പിന്നെ കൂളാക്കി പോട്ടെ സാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ എന്നെ സമാധാനിപ്പിച്ചു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഉച്ചയ്ക്ക് ഞാൻ എണീറ്റ് പിന്നെ വെള്ളം ചൂടാക്കി മേലൊക്കെ കഴുകി. മുടി തല കുളിച്ചില്ല, കാരണം എനിക്കിപ്പോൾ കുറേ ആയിട്ട് ഉച്ചയ്ക്കലത്തെ കുളിയും വൈകുന്നേരത്തെ കുളിയൊന്നും പറ്റാറില്ല. അപ്പോൾ തല ഞാൻ തോർത്തുകൊണ്ട് നനച്ച് പിഴിഞ്ഞിട്ട് ആ തോർത്തുകൊണ്ട് തല നനച്ച് തോർത്തി ഞാൻ നന്നായിട്ട്. എന്നിട്ട് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വണ്ടി എടുത്ത് ഓടാൻ പോയി. എന്ന് വെച്ചാൽ നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞ സാധനങ്ങളും ഏകദേശം തീർന്നു. എന്ന് വെച്ചാൽ ഞാൻ മാർക്കറ്റിൽ പോകുമ്പോൾ ഡെയിലി ഇങ്ങനെ മേടിച്ചുകൊണ്ടിരലാണല്ലോ, തീർന്നത് വാങ്ങി ഇങ്ങനെ വരും. അങ്ങനെയാണ്, മൊത്തം പൈസയ്ക്കും വാങ്ങിയില്ല. നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് വാങ്ങാറുണ്ട്. പക്ഷേ ഇപ്പോൾ പോവാണ്ടായപ്പോഴത്തേക്കും നമുക്ക് ബുദ്ധിമുട്ട് തുടങ്ങി. സാധനങ്ങളൊക്കെ തീർന്നു, വൈകുന്നേരത്തെ ചായക്കൊന്നുമില്ല, ഇനി നാളെ വയ്ക്കാൻ അരി തീർന്നു. അപ്പോൾ ഞാൻ മസാലക്കടയിൽ നിന്ന് മേടിക്കില്ല. അപ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇങ്ങനെ കിടന്നാൽ പറ്റില്ല. പിന്നെ അതുമല്ല, കിടന്ന് കഴിഞ്ഞാൽ പിന്നെ എണീക്കാനുണ്ടാവില്ല, നമുക്ക് എണീക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ ഓർത്തു എന്തായാലും എണീക്കാം. മേലൊക്കെ കഴുകി വന്നപ്പോഴത്തേക്കും ഒരു സമാധാനമായി. 12 മണിയൊക്കെ ആയപ്പോഴാണ് സത്യം പറഞ്ഞാൽ മക്കളോട് നന്ദു തേങ്ങ ചെരുകി തന്നു. പിന്നെ ഒരിത്തിരി പാത്രം കഴുകാണ്ടായിരുന്നു, കുഞ്ചൂസ് കഴുകി. പിന്നെ രണ്ടാളും കൂടിയിട്ട് അടിച്ചു വാരി, പെരടമൊക്കെ അടിച്ചു വാരി. പിന്നെ ഞാൻ കുറച്ച് തുണികളൊക്കെ മടക്കാനൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി എടുത്ത് വെച്ചു. അങ്ങനെ അപ്പം അങ്ങനെ പണിയൊക്കെ തീർത്തു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ 3 മണിയല്ല 4 മണിക്ക് ആവാനായി. ഇതൊക്കെ കഴിഞ്ഞ് വണ്ടി എടുത്ത് ഓടാൻ തുടങ്ങി. എന്നാലും 10-300 രൂപയ്ക്ക് ഞാൻ ഓടിയാൻ വരുമ്പോൾ മക്കൾക്ക് വൈകുന്നേരത്തേക്കുള്ള ചായക്കുള്ള സാധനമൊക്കെ വാങ്ങി ഇങ്ങോട്ട് പോന്നു. ബാക്കി പൈസ കയ്യിൽ വെക്കുകയും ചെയ്തു. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് കൈ പിടിച്ചു. നന്ദുവിനെയും കൂട്ടിയിട്ട് കുഞ്ചൂസ് കളിക്കാൻ പോയിരിക്കുന്നു. നന്ദുവിനെയും കൂട്ടിയിട്ട് ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോയി. ഞാൻ അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരുമ്പോൾ മരുന്നും വാങ്ങി. മരുന്ന് കംപ്ലീറ്റ് വാങ്ങിയില്ല. മരുന്ന് ഞാൻ 3 ദിവസത്തേക്ക് മതി എന്ന് പറഞ്ഞു. 3 ദിവസത്തേക്ക് അലർജിയുടെ ഗുളിക ഫുള്ളായിട്ട് എടുത്തു, ഒരാഴ്ചത്തേക്ക് എടുത്തു. പിന്നെ ഉള്ള മരുന്ന് ഞാൻ പറഞ്ഞു 2 ദിവസത്തേക്ക് മതി എന്ന് പറഞ്ഞു. ഇന്നത്തേക്കും നാളത്തേക്കും കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ എനിക്ക് നാളെ ഓട്ടം കഴിഞ്ഞ് വരുമ്പോൾ വാങ്ങിയാൽ മതിയല്ലോ. ഇനിയിപ്പോൾ എനിക്ക് തോന്നുന്നു 10-200 രൂപയുടെ ഉള്ളിലാവുള്ളൂ നാളെ പോയി വാങ്ങുമ്പോൾ. അലർജിയുടെ മരുന്നിന് നല്ല വില ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ തൽക്കാലത്തെ ആവശ്യം നടക്കട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഞാൻ പറഞ്ഞില്ല അരി സാധനമൊക്കെ മേടിക്കാനായിരുന്നു. അപ്പോൾ ഞാൻ നേരെ റിലയൻസിൽ പോയി. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാരപ്പറമ്പ്. അപ്പോൾ അവിടെ കയറി 10 കിലോ അരിയും പിന്നെ വേണ്ട കുറച്ച് സാധനം കൂടി വേറെ മേടിച്ചു. ഞങ്ങൾ നേരെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോന്നു. അതിനിടെ ഞാൻ നന്ദുമ്പോട് ചായ കുടിച്ചു. ഗ്രീൻ പീസും പിന്നെ ഞാനൊരു കട്ടനാട്ടാണ് കുടിച്ചത്. നന്ദുവിനൊരു ചായയും വാങ്ങി കൊടുത്തു. പിന്നെ കഴിഞ്ഞ് വരുമ്പോൾ കുഞ്ചൂസിനൊരു ചായയുടെ കടി വീട്ടിലേക്ക് വാങ്ങി വന്നു. അങ്ങനെ ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും റെഡി ആയിട്ടില്ലായിരുന്നു. ഉച്ചയ്ക്ക് പുട്ടാണ് ഉണ്ടാക്കിയത്. പുട്ടും പപ്പടമായിരുന്നു ഉച്ചയ്ക്ക് കഴിച്ചത്. എളുപ്പപ്പണി പെട്ടെന്ന് എന്താ അത് കഴിയാന്ന് വെച്ചിട്ട്. പിന്നെ എന്താ, ഇനി നാളത്തേക്കുള്ള പച്ചക്കറിയൊക്കെ ഇരിക്കുന്നുണ്ട്. പരിയൊക്കെ ആയി. ഇനിയിപ്പോൾ നാളെയും കൂടി ഞാൻ മാർക്കറ്റിൽ പോവില്ല, കാരണം എനിക്ക് നല്ല നടുവേദന, ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ മെൻസസ് ആയിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പം നിങ്ങൾ നടക്കല്ലേ, അപ്പോൾ പിന്നെ നാളെയും കൂടി ലീവാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം ഞായറാഴ്ച ലീവില്ല, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെ കച്ചവടത്തിന് പോയിട്ടുണ്ടായിരുന്നു വിഷുവിൻ്റെ അന്ന്. അപ്പോൾ ഞാൻ 2 പേർക്കും കൂടിയും ചില്ലറ പൈസ കൊടുക്കാനുണ്ട്. അപ്പോൾ എനിക്ക് ഇന്നലത്തെ പൈസ ശരിക്കും ഒരാൾക്ക് കൊടുക്കാനുള്ള 1000 ആവായിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ ലീവായി പോയില്ലേ, അപ്പോൾ ആ പൈസ എടുത്തിട്ട് ഞാൻ ഇന്ന് എൻ്റെ ആവശ്യങ്ങളൊക്കെ ചെയ്തു. ഒരു 1200 രൂപ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ചിലവാക്കി. കുഴപ്പമില്ല, നമുക്ക് തിടുക്കപ്പെട്ട് ചോദിക്കണമെന്നല്ല, പക്ഷേ എനിക്കതൊന്ന് വേഗം തീർക്കാന്നുള്ള മൈൻഡായിരുന്നു. അപ്പോൾ അതങ്ങനെ ചെയ്തു. പിന്നത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പോൾ കച്ചവടത്തിന് പോയപ്പോൾ എല്ലാവരും ചോദിച്ചു വിഷു അല്ലേ എന്തേ വന്നേ, നിനക്ക് വിഷു ഒന്നും ഇല്ലേ എന്നൊക്കെ. നമുക്ക് വിഷു ഇല്ലല്ലോ. പിന്നെ ഇപ്പോൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങളൊന്നും നടക്കില്ല. കുറച്ച് സമയത്തെ പണിയല്ലേ, അതിന് പോകാമെന്ന് തന്നെ വിചാരിച്ചു. അപ്പോൾ അമ്പലത്തിൽ പോകാനുള്ള മൂടൊന്നും ഇല്ലായിരുന്നു ഇന്നലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് അവിടെ നിൽക്കുമ്പോഴേ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഓരോരുത്തർ വരും, നമ്മളിങ്ങനെ വർത്തമാനം പറയും, ചായ എടുത്ത് കൊടുക്കും, പൈസ മേടിക്കാൻ പോകണം, അങ്ങനെയൊക്കെ വന്ന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയോ വാങ്ങി പിടിച്ച് ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാൻ ആകെ ക്ഷീണത്തിലായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. എങ്ങനെയോ ചായ കുടിച്ചിട്ട് ഞാൻ നിലത്ത് കിടന്നുറങ്ങിപ്പോയി. കുളിച്ചിട്ടൊന്നുമില്ലായിരുന്നു, നിലത്ത് തന്നെ കിടന്നുറങ്ങിപ്പോയി. എനിക്ക് ഒരു തരത്തിൽ എണീക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കിടന്നുറങ്ങി. പിന്നെ ഞാൻ 12 മണിക്ക് എണീക്കണം. 12 മണിക്ക് എണീറ്റപ്പോൾ ഞാൻ ആദ്യം ഫോണാണ് നോക്കിയത്. ഫോൺ നോക്കിയപ്പോൾ ഫോൺ ഇവിടെ ഇല്ല. അങ്ങനെ എല്ലായിടത്തും നോക്കി, ഫോണില്ല. അപ്പോൾ എൻ്റെ വിചാരം ഫോൺ പോയിന്നാ.
അപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയിപ്പോൾ പാറുവിൻ്റെ നമ്പർ എൻ്റെ കയ്യിലില്ല, ഞാൻ എഴുതിയും വെച്ചില്ല. ബാക്കി ചേച്ചിയുടെ നമ്പറൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അയ്യോ പാറു ഇപ്പം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്, അവൾ ചിലപ്പോൾ നാളെ വരും. അപ്പോൾ അവൾ ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവൾക്ക് ഇനി എന്നെ വിളിച്ചാൽ കിട്ടേയില്ല, അവളെന്താ വിചാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കൂടുതൽ ചിന്തയായിപ്പോയി. പാറുവിന് മാത്രമേ പ്രശ്നമുള്ളൂ, ബാക്കിയുള്ളവരുടെ നമ്പറൊക്കെ അത്യാവശ്യം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവരുടെ നമ്പറും ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ പാറുവിൻ്റെ നമ്പർ എഴുതി വെച്ചിട്ടില്ല. പാറിനായിട്ടുള്ളൊരു കോണ്ടാക്ട് ഇപ്പോൾ ഈ അമ്മ മരിച്ചതിന് ശേഷമാണ് കോണ്ടാക്ട് തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതാലോചിച്ചിട്ടായിരുന്നു ടെൻഷൻ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിടിച്ചിട്ട് പിന്നെ ഫോൺ നോക്കി എവിടെയില്ല, മക്കളൊക്കെ നോക്കി കാണാനില്ല. കുഞ്ചൂസ് നേരെ ഹൗസ് ഓണറെ വീട്ടിൽ പോയി. അവിടെ പോയി അവരെ ഫോൺ മേടിച്ചിട്ട് വിളിച്ച് നോക്കിയപ്പോൾ എടുത്തപ്പോൾ കുഞ്ചൂസ് പറഞ്ഞു ഇങ്ങനെ അവിടെ ചായം കൊണ്ടുവരുന്ന സൂര്യയുടെ മോനാണ്, പിന്നെ ഇളയ മോനാണെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ കൂൾ ബാറിലുണ്ട്, ഞാൻ അവിടെ നിന്ന് ചായയുടെ കടി മേടിക്കാൻ പോയപ്പോൾ വെച്ച് പോകുന്നതാണ്. അപ്പോൾ കൂൾ ബാറിലുണ്ട്, വന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ അവർ 1 മണി വരെ ഉള്ളൂ എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ ഓടിപ്പോയി കുളിച്ചു. എനിക്കന്നാൽ കുളിക്കേണ്ടില്ലായിരുന്നു, ഞാൻ ആ വെപ്രാളത്തിൽ പോയി കുളിക്കുകയും ചെയ്തു. പിന്നെ അതല്ല, മാർക്കറ്റിൽ നിന്ന് വന്നാൽ ഞാൻ കുളിക്കാണ്ടിരിക്കാറില്ല. സംഭവം എനിക്ക് വയ്യായിരുന്നു, വയ്യാണ്ടായി കഴിഞ്ഞാൽ ഒരു തരത്തിൽ എനിക്ക് തല കുളിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ കുളിച്ചു പോയിട്ട് ശ്വാസം മുട്ട്, ജലദോഷം, തുമ്മൽ, ചുമ എല്ലാം ഉണ്ടല്ലോ. പക്ഷെ ഞാൻ പിന്നെ ആ വെപ്രാളത്തിൽ പോയി കുളിക്കുകയും ചെയ്തു. കുളിച്ചിട്ട് ഞാൻ അങ്ങനെയുള്ള അവസരങ്ങളിൽ മാത്രമേ തല കുളിക്കാത്തുള്ളൂ കേട്ടോ. അത്രയും വൈകി മാത്രം തല കുളിക്കില്ല, തല നനച്ച് തോർത്തു മേല് ചൂടുവെള്ളത്തിൽ കുളിക്കുകയും ചെയ്യും. അങ്ങനെയാണ്. അതാകുമ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിരിക്കും, അങ്ങനെയാണ്. പക്ഷെ ഞാൻ കുളിക്കുകയും ചെയ്തു. കുളിച്ച് വന്ന് വേഗം അരി കഴുകി അടപ്പത്തിട്ടു, ചാക്സെല്ലാം ഇറക്കി വെച്ചു. ഞാൻ കുഞ്ചൂസിനെയും കൂട്ടി പോയി. നന്ദു വന്നില്ല, നന്ദു TV കാണായിരുന്നു. അപ്പോഴത്തേക്കും ഞങ്ങൾ ഇറങ്ങാൻ നേരത്ത് നമ്മുടെ ഹൗസ് ഓണർ കുറച്ച് പായസവും അതേപോലെ ചോറും, ചോറില്ല കേട്ടോ, സോറി, ചോറ് വേണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു വേണ്ട, ഞങ്ങൾ ചോറ് വെച്ചു എന്ന് പറഞ്ഞു. പക്ഷെ സാമ്പാർ, പിന്നെ അവിയൽ, പിന്നെ പച്ചടി, പിന്നെ എന്തൊക്കെയോ തന്നു. അങ്ങനെ കുറച്ച് ഐറ്റംസ് അങ്ങനെ കുറച്ച് എന്തൊക്കെയോ തന്നു. പിന്നെ പായസം ഞങ്ങളപ്പോൾ കുടിച്ചിട്ടാണ് പോയത്. പക്ഷെ എനിക്കൊരു ടേസ്റ്റും അറിയണില്ല, ഒരു രുചി ഒന്നിൻ്റെ അറിയണില്ല. അവിയലൊക്കെ ഞാൻ തന്നെങ്കിൽ എനിക്ക് ഒന്നിൻ്റെ അറിയണില്ല. അവിയൽ, സാമ്പാർ, പച്ചടി. പിന്നെ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ എന്തിനോ വന്ന് വിളിച്ചു. അപ്പോൾ നന്ദു ഞാൻ ഇല്ലാതാരം പോയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ 1 മണി കറക്റ്റ് അവർ പൂട്ടാൻ പോണു. അപ്പോൾ ഞാൻ കുഞ്ചൂസ് പറയുകയും ചെയ്തുട്ടോ, ആ പൂട്ടാണെങ്കിൽ ഫോൺ അവിടെ മസാലക്കടയിൽ കൊടുത്തേൽപ്പിച്ചോളാൻ പറഞ്ഞു. ഞാൻ കച്ചവടം ചെയ്യണതിൻ്റെ ബാക്കിലത്തെ കട, അവരെപ്പോഴും ഉണ്ടാവും അവിടെ. അപ്പോൾ അവർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾ പോകുമ്പോൾ അവർ പൂട്ടാൻ പോകണം. ഞങ്ങൾ നേരെ പോയി അവിടെ നിന്ന് ഫോൺ മേടിച്ചു. എവിടെയും കൊടുത്ത് ഏൽപ്പിക്കേണ്ടി വന്നില്ല. അവർ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ചെല്ലണത്. കറക്റ്റ് 1 മണി. അങ്ങനെ ഞങ്ങൾ അവിടെ പോയി അതും വാങ്ങി. പിന്നെ വരുമ്പോൾ ഒരു പാക്കറ്റ് പാലും വാങ്ങി, പായസം വെച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട്. മസാലക്കടയിൽ നിന്ന് എനിക്ക് ഈ പപ്പടവും പായസത്തിൻ്റെ ഒരു കൂട്ടുമാണ് എനിക്ക് ഈ വിഷുവായിട്ട് തന്നത്, സ്ഥിരം സാധനങ്ങളൊക്കെ മേടിക്കാനെ കൊണ്ട്. പക്ഷെ അതല്ലാതെ ഞാൻ സാബൂനരി മേടിച്ചിട്ടുണ്ടായിരുന്നു. ചവ്വരി തന്നു അതിന് പറയാം, സാബൂനരി, അതിന് ചവ്വരി എന്നും പറയും തോന്നുന്നു. അപ്പോൾ സാബൂനരി ഞാൻ വാങ്ങിയെന്താ വെച്ചാൽ അത് പാൽപ്പായസം പോലെ ഉണ്ടാക്കാം. അപ്പോൾ നന്ദുവിന് സേമിയ പായസം ഇഷ്ടമല്ല. സേമിയോട് ജ്യൂസ് വാങ്ങിച്ചിരിക്കുന്നുണ്ട്, പക്ഷെ നന്ദുവിന് അത്ര ഇഷ്ടമല്ല. അത് ഇഷ്ടമല്ല, നന്ദു കുടിക്കില്ല. അങ്ങനെ ഞാൻ പിന്നെ എന്താക്കിയെന്ന് വെച്ചാൽ അതും വാങ്ങി. അപ്പോൾ ഒരു പാക്കറ്റ് പാല് വാങ്ങി വന്നിട്ട് സാബൂനരിയുടെ പായസം വെച്ചെടുക്കാമെന്ന് വിചാരിച്ചു. മറ്റേ പാക്കറ്റ് നമുക്ക് പാറ് വന്നിട്ട് പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോൾ അന്നത്തെ ദിവസം വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഒട്ടും വയ്യ. പിന്നെ വന്ന പാടെ ഞങ്ങൾ വേഗം ചോറൊക്കെ വാർത്തി. ഇവർ തന്ന കറികളൊക്കെ ഉണ്ടായിരുന്നു. മറ്റേ ഞാൻ ഒരു അവിയലും ചെറിയൊരു സാമ്പാറും പിന്നെ ഒരു ബീട്രൂട്ടിൻ്റെ ഉപ്പേരും പപ്പടവും, ഇത്രയാണ് ഞാൻ വിചാരിച്ചത് കുട്ടികൾക്ക് അങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളത്. ഇതിപ്പോൾ വിഷു അല്ലെങ്കിലും നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും വെക്കാറുണ്ട്. അപ്പോൾ ഇന്നലെ ഞാൻ അങ്ങനെ വിചാരിച്ചത്, നോണൊന്നും വേണ്ട, വെജ് മാത്രം മതി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇവർ തന്നതുകൊണ്ട് അത്രയും കറികളൊക്കെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇനിയിപ്പോൾ വേറെ ഉണ്ടാക്കാൻ എനിക്ക് ഒട്ടും വയ്യായിരുന്നു. പിന്നെ ഞങ്ങൾ അതൊക്കെ കൂട്ടിയിട്ട് ചോറ് തിന്നു. പിന്നെ അങ്ങനെ ഭക്ഷണം കഴിച്ച് പിന്നെ പോയി കിടന്നു. ആ കിടപ്പ് ഇന്ന് രാവിലെ ഉച്ചവരെ അങ്ങനെ തന്നെ, രാവിലെ അല്ല ഇന്നത്തെ ഉച്ചവരെ ആ കിടപ്പ് തന്നെയായിരുന്നു. ഇപ്പം എനിക്ക് പിന്നെയും കുഴപ്പമില്ല. പക്ഷെ എനിക്ക് നേരത്തെ ഒട്ടും, ഇപ്പം മരുന്നൊക്കെ കഴിച്ചപ്പോൾ അത്യാവശ്യം ഓക്കെ കഴിഞ്ഞ്, എന്നാലും ശ്വാസം മുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ വീഡിയോയിൽ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതല്ലേ, അപ്പോൾ അതിൻ്റെ ഇത് എന്തെങ്കിലും ഒന്ന് വിവരം അറിയിച്ചും കൊണ്ട് വേറൊരു വീഡിയോ ഇടണമല്ലോ. ഇനി നാളത്തേക്ക് ആകുമ്പോൾ വീണ്ടും ഒരു ദിവസം ലേറ്റ് ആവും, വേണ്ട ഇന്ന് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ നാളെ മാർക്കറ്റിൽ ലീവാണ്, ഞാൻ പോകണില്ല, എനിക്ക് വയ്യ. അപ്പോൾ 2 ദിവസം ലീവാക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെന്താ വേറെ വിശേഷങ്ങൾ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. നന്ദൂരിയും കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ കുഞ്ചൂസ് ഞാൻ പറഞ്ഞില്ലേ കടിയൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ പാലുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ, ഇന്നലെ പായസത്തിന് വാങ്ങിയിട്ട് പകുതി പാലുണ്ടായിരുന്നു. പകുതി നമ്മൾ ഉച്ചയ്ക്ക് പുട്ടും പപ്പടവും കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടാണ് കഴിച്ചത്.
അപ്പോൾ കുഞ്ചൂസിനെ അങ്ങനെ കഴിപ്പിച്ചു. അവൻ പാല് കാച്ചി കുടിച്ചു. പിന്നെ അവിലും പഴമൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇന്ന് അത്യാവശ്യം വാങ്ങിക്കൊണ്ടുവന്നു. ഇനി ബാക്കി പോരാത്തുണ്ടെങ്കിൽ നാളെ വണ്ടി എടുത്ത് ഓടുമല്ലോ. അപ്പോൾ ഇന്നിപ്പോൾ വണ്ടി എടുത്ത് ഓടിയത് കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു. ഇനി നാളെ ബാക്കി നോക്കണം. ഇപ്പം അത്യാവശ്യം ഓട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഓട്ടോ ഉള്ളതിനനുസരിച്ച് ബ്ലോക്ക് കൂടുകയാണ്. ഇപ്പോൾ ടൗണിലൊക്കെ ഈ സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തിരക്കാണ്. ബീച്ചിലും മാനാഞ്ചിറ സ്ക്വയർ ആ ഭാഗത്തൊക്കെ മിഠായി തെരുവ് അങ്ങോട്ടൊക്കെ അവിടെയൊക്കെ ആളുകൾ നിന്ന് ബുദ്ധിമുട്ടാണ് വണ്ടിയൊന്നും ഇല്ലാതെ. പക്ഷെ നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റണില്ല. ഒരു 30 രൂപയുടെ ഓട്ടോ എടുത്തു കഴിഞ്ഞാൽ കുറേ സമയത്തും അങ്ങോട്ട് എത്തണമെങ്കിൽ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് അത്യാവശ്യം കിടന്ന് ഉറങ്ങും സുഖമായിട്ട്. രാവിലെ കുറച്ച് സമയം വണ്ടി ഓടിക്കും. ഉച്ചയ്ക്ക് ആകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിൽ വരാമല്ലോ. പിന്നെ മറ്റന്നാൾ മുതൽ ചായ കച്ചവടം തുടങ്ങണം. അതൊരു പൈസ കിട്ടുന്നത് ഇല്ലാണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണത്. നല്ലതാണ് പോണത്. നേരത്തെ പോയാൽ നേരത്തെ കഴിഞ്ഞ് വരാം. അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ പാറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടില്ല, എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ എന്തായാലും ആ ഫോട്ടോസൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നുണ്ട്. അതിൽ പാറുവിൻ്റെ മക്കളുമാണ് കൂടെ ഉള്ളത്. എൻ്റെ മക്കളെ കൂടാതെ ഞാനും എൻ്റെ പിള്ളേരും കൂടാതെ പാറു മൂത്ത അനിയത്തിയാണ്. പപ്പുടുവിൻ്റെ നേരെ മൂത്തതാണ് പാറു. അപ്പോൾ പാറുവിൻ്റെ വീട്ടിൽ പോയപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ വീഡിയോ ഉണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതും ഞാൻ ഇതിൽ ആഡ് ചെയ്യും. അപ്പോൾ വീഡിയോസും അതേപോലെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്താ കമൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ കമൻറ്റ് നമ്മുടെ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അത്രയേ ഉള്ളൂ. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഇടയിൽ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരും. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. ഈ കഴിഞ്ഞ ക്രിസ്മസിന് പോയപ്പോൾ എടുത്ത വീഡിയോ ഫോട്ടോസും ഒക്കെ ഉണ്ടത് ഞങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞപ്പോൾ പാറു ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് കേക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ കുറേ ഫോട്ടോസ് എടുത്തു. പാറു പപ്പടിൻ്റെ മൂത്ത ആളാണ്. മൂത്തത് ഞങ്ങളിൽ 5 മക്കൾ. അതിൽ ചേച്ചിയാണ് മൂത്തത്, രണ്ടാമത്തെ ഞാൻ, പിന്നെ മൂന്നാമത്തെ സുബിയാണ്, 4ാമത്തെ ആളാണ് പാറു, 5ാമത്തെ ആൾ പപ്പുടു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ പാറുവിന് 2 മക്കളാണ്. മൂത്തത് ജാനകി എന്നാണ് പേര്. പിന്നെ രണ്ടാമത്തത് മോനാണ്, ജഗന്നാഥൻ എന്നാണ് തോന്നുന്നത് അല്ലേ ശരിക്കും പേര്. വീട്ടിൽ വിളിക്കുന്ന അച്ചു എന്നാണ്. അപ്പോൾ നമുക്കതാണ് ഏറ്റവും കൂടുതൽ അറിയുക. പിന്നെ ജാനു എന്ന് വിളിക്കുമ്പോൾ ജാനകി എന്നുള്ള പേരാണെന്ന് അറിയായിരുന്നു. അപ്പോൾ ജാനകിയും അതേപോലെ ജഗന്നാഥനും. പിന്നെ അവരച്ഛൻ്റെ പേരും കൂടി അതിൻ്റെ ഉണ്ട്. എനിക്ക് ഫുള്ളായിട്ട് എനിക്കറിയില്ല. അച്ഛൻ്റെ പേര് അഖിൽ ആണ്. പക്ഷേ കൂട്ടി വായിക്കുമ്പോഴുള്ള പേര് എന്തോ എനിക്ക് അറിഞ്ഞൂടാ. നമ്മളെപ്പോഴും വീട്ടിൽ വിളിക്കുന്ന പേരാ അച്ചു, ജാനു എന്നൊക്കെ വിളിക്കുക. അപ്പോൾ നമുക്ക് ആ പേര് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എനിക്ക് അന്നെടുത്ത ഫോട്ടോസും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അന്നത്തെ ദിവസം സമയം പോയതൊന്നും അറിയില്ല. നല്ല കേക്കൊക്കെ ആയിരുന്നു അല്ലേ, നല്ല അടിപൊളി കേക്കൊക്കെ ആയിരുന്നു. പാറിൻ്റെ മുഖം നോക്കണം, എന്തോ ഒരു സാധാരണ ഇവരോട് എല്ലാ പരിപാടിക്കും അമ്മയാണ് പോകാറ് കേട്ടോ. പാറുവിനായിട്ട് ഞാനും ഈ പറഞ്ഞ പോലെ അങ്ങനെ കോണ്ടാക്റ്റ് ഇല്ലായിരുന്നു. പാറിനായിട്ട് ഇപ്പോഴാണ് കോണ്ടാക്റ്റ് ആയത്. അപ്പോൾ പിന്നെ അവളിങ്ങനെ ക്രിസ്മസിന് ഞങ്ങളോട് ചെല്ലാൻ പറഞ്ഞപ്പോൾ അങ്ങനെ നമ്മൾ പോയി. പിന്നെ ആ സമയത്ത് എനിക്ക് വീട്ടിലേക്കും പോകാനുണ്ടായിരുന്നു. പക്ഷേ ഇവളെ വീട്ടിലേക്ക് പോകുന്നത് എളുപ്പമല്ല കേട്ടോ. ഇവളെ വീട്ടിലേക്ക് പോകണതിന് കുഴപ്പമില്ല, കോഴിക്കോട് നിന്ന് കുറച്ചേ ഉള്ളൂ. പക്ഷേ ഇവള് താമസിക്കുന്ന ചങ്ങരംകുളത്താണ്. പക്ഷേ അവിടെ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആങ്ങണ്ടിക്ക് പോകാൻ കുറേ ബുദ്ധിമുട്ടുണ്ട്. 4 ബസ്സൊക്കെ മാറി കയറണം, നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. നമ്മൾ വണ്ടിയായിട്ടൊക്കെ പോകുമ്പോഴേ നമുക്ക് അങ്ങനെ ഒരു സൗകര്യമുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോസ് അറിയാലോ, ഞാൻ പിന്നെ ഫോട്ടോയുടെ ആളാണല്ലോ. എവിടെ പോയാലും കണ്ടമാന ഫോട്ടോ എടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ഫോട്ടോ എടുക്കുക. അതിൽ നന്ദു മാത്രമാണ് കുറച്ചും കൂടി ഫോട്ടോ എടുക്കാൻ ഇത്തിരി മടി കാണിക്കുന്ന ഒരാൾ. അപ്പോൾ അവളിങ്ങനെ പറഞ്ഞിരുന്നു കഴിഞ്ഞ ന്യൂ ഇയറിന് അമ്മ അവിടെ പോയതും ന്യൂ ഇയറൊക്കെ അവർ അടിപൊളിയായിട്ട് ആഘോഷിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ വർത്താനൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ നമ്മൾ ക്രിസ്മസിന് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചത്. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല പാറു ഇങ്ങനെ കേക്കൊക്കെ ഏൽപ്പിക്കും എന്നുള്ളത്. അവൾ അത്രയും ഹാപ്പി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ചെന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ചല്ലേ പോയി കേക്ക് വാങ്ങിയത്, ഞാനും പാറും കൂടിയിട്ടാണ്, എല്ലാവരും കൂടി 3 പേര് ഓർഡർ ചെയ്തിട്ട് പിന്നെ നമ്മൾ പോയി മേടിക്കുകയും ചെയ്തത്. അങ്ങനെ പിന്നെന്താ വേറെ, അത് വെച്ചിട്ട് തന്നെ കുറേ ഫോട്ടോസുകൾ എടുത്ത് ഞാൻ കുറേ മുമ്പേ വിചാരിക്കലുണ്ട് യൂട്യൂബിൽ
ഏതെങ്കിലും വീഡിയോയിൽ ഈ ഫോട്ടോസ് ഇടണമെന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിങ്ങനെ ഫോട്ടോസ് കാര്യങ്ങളൊന്നും നമ്മുടെ ഫോണിൽ സൂക്ഷിക്കാൻ അറിയില്ല. ചില ആളുകളങ്ങനെ സൂക്ഷിച്ച്, അതായത് പപ്പുവിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പപ്പുടൊക്കെ എത്രയോ കാലം മുമ്പുള്ളത് അവളുടെ ലാപ്ടോപ്പിലും അതേപോലെ മൊബൈലിലൊക്കെ അവൾ സൂക്ഷിച്ച് വെക്കാറുണ്ട്. പക്ഷേ ആ സംഭവം ഒന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഫോട്ടോസ്. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് ഇന്നലെ നമ്മുടെ ഹൗസ് ഓണർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് കേട്ടോ. അവിയൽ, സാമ്പാർ, പച്ചടി, പിന്നെ എന്തായിരുന്നു കായ വറുത്ത്, ശർക്കരപ്പേരൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പറയാൻ മറന്നു നേരത്തെ. പപ്പടം പിന്നെ നമ്മുടെ വീട്ടിൽ കാച്ചിയത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് ഇന്നലെ ചോറ് തിന്നത്. ഈ ഒരു വീഡിയോ ഇടാനായിട്ട് എനിക്ക് മറന്നുപോയി. അപ്പോൾ ഇതും കൂടി കണ്ടിട്ട് പറയണേ. ടാറ്റാ.